ദ പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ വാസ് 45,000 ലാസ്റ്റ് ഇയർ. അപ്പോൾ ആ തന്നിരിക്കുന്ന പൈസ എന്ത് പൈസയാണ്? ഒറിജിനൽ എമൗണ്ട് ആണ് അല്ലേ? ആൻഡ് വാസ് ഇൻക്രീസ്ഡ് ബൈ 20% ദിസ് ഇയർ. ഈ കൊല്ലം എത്ര കൂടി? 20% കൂടി. അപ്പോൾ ഒറിജിനൽ പ്രൈസ് എത്രയാണ്? 45,000. ഇൻക്രീസ് ആയത് എത്ര പെർസെൻറ്റേജാണ്? 20%. ഇൻക്രീസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 20% ആണ്. നമുക്ക് കറണ്ട് പ്രൈസ് കണ്ടുപിടിക്കണം, ഇപ്പോഴത്തെ പ്രൈസ്. ഓക്കെ, അത് നമ്മൾ ഇതിന് മുന്നേ നമ്മൾ ചെയ്ത ഒരു സാലറി ക്വസ്റ്റ്യൻ ഉണ്ട്, ഇതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് കറണ്ട് പ്രൈസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് തന്നിരിക്കുന്ന ഒറിജിനൽ എമൗണ്ട്, അതായത് ആദ്യം ഉണ്ടായ എമൗണ്ട്, അതിനോട് കൂടി എന്ത് ചെയ്യണം? നമുക്ക് കൂടിയേക്കണ പൈസ കൂട്ടണം, ശരിയല്ലേ? അപ്പോഴല്ലെങ്കിൽ പുതിയ എമൗണ്ട് കിട്ടുള്ളൂ. അപ്പോൾ കൂടിയേക്കണ എമൗണ്ട് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? കൂടിയേക്കണ എമൗണ്ടിൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. എത്ര പെർസെൻറ്റേജാണ്? 20% ആണ്. എന്തിൻ്റെ 20% ആണ്? പഴയ ഉണ്ടായ എമൗണ്ടിൻ്റെ 20% ആണ് അല്ലേ? ഓഫ് ഒറിജിനൽ പ്രൈസ്. നമ്മൾ ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കാം. ഒറിജിനൽ പ്രൈസ് എത്രയാണ്? 45,000 പ്ലസ് 20% എന്താ? 20/100. ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ. ഒറിജിനൽ പ്രൈസ് 45,000. ഇതിൽ സോൾവ് ചെയ്യാം. സീറോസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഈക്വൽ ടു 45,000 പ്ലസ് 2 × 45 is 90 ഈക്വൽ ടു 54,000. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ്.